ഭാഗവത സപ്താഹയജ്ഞെന്ന് ബോർഡൊക്കെ കണ്ടു, കുറേ ആൾക്കാർ പോണതും കണ്ടു. ഈ വിദ്വാൻ അവിടെ ചെന്നു, ആദ്യമായിട്ടാണ് ഈ സംഭവത്തിൻ്റെ അടുത്തേക്ക് പോണേ. അവിടെ ചെന്നിരുന്നു. തൊട്ടടുത്ത ആളോട് ചോദിച്ചു, എന്താ ഈ സംഭവം? ഇതാണ് ഭാഗവത സപ്താഹയജ്ഞം. എടുത്ത വഴിക്ക് ചോദിച്ചു, ഉച്ചയ്ക്ക് ശാപ്പാടുണ്ടോന്നാ. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ഉച്ചയ്ക്ക് മാത്രമല്ല 3 നേരം ശാപ്പാടുണ്ട്. എന്നാൽ കേട്ടേക്കാം. അയാൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴാണ് ഭഗവാന്റെ കഥകൾ അവിടെ ഇരിക്കുന്ന ആചാര്യൻ പറഞ്ഞു കേൾപ്പിക്കണു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, ഇതേവരെ കേട്ട കഥകൾ പോലെയല്ല, ഇതുവരെ വായിച്ച ഒരു നോവൽ പോലെയല്ല, ഇതേവരെ കണ്ട ഒരു സിനിമ പോലെയല്ല, ഇതേവരെ അനുഭവിച്ച കണ്ടതായ കാര്യങ്ങൾ പോലെയല്ല. എന്തോ ഒരു പ്രത്യേകത, എന്തോ ഒരു പരിശുദ്ധി, എന്തോ ഒരു ആകർഷണീയത, എന്തോ ഒരു പ്രലോഭനം. എണീറ്റ് പോരാൻ തോന്നിയില്ല. അവിടെ ഇരുന്ന് കേട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. അയാൾ സ്ഥലം വിട്ടു. അന്ന് അയാൾക്ക് തോന്നി, എന്നാൽ പിറ്റേ ദിവസം ഫുൾ ഡേ ഇരിക്കാം. അടുത്ത ദിവസം ഫുൾ ഡേ ഇരുന്നു. അപ്പോഴാണ് എല്ലാവരുടെ കയ്യിലും ഒരു പുസ്തകം കാണാണ്ട്. എന്താ ഈ പുസ്തകം എന്ന് ചോദിച്ചു. ഇതാണ് ഭാഗവതം. ഈ ആൾ പറയണ സാധനം അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചേക്കണതാണ്. ഈ പുസ്തകം എവിടെയാണ് കിട്ടുക? ഇതെവിടെ? ഗിരി ട്രേഡേഴ്സ് പോലെയുള്ള ശാന്ത ബുക്ക് സ്റ്റോളോ ഗുരുവായൂർ ദേവസ്വമോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടും. ആൾ പുസ്തകം മേടിച്ചു. പുസ്തകം മേടിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് ഒന്നും മനസ്സിലാവും. ജന്മാദ്യസ്ഥയതന്യാദിതരതശ്ചാർത്ഥേഷു. ഇത് മുഴുവൻ സംസ്കൃതമാണല്ലോ, മനസ്സിലാവണില്ല. അതുകൊണ്ടല്ലേ അയാൾ മലയാളത്തിൽ പറയണേ. അത് കേട്ടിരുന്നാൽ മതി. അയാൾ പുസ്തകം മേടിച്ചു. എന്തിനു പറയണു? അയാളാ ബാക്കിയുള്ള സമയം മുഴുവൻ കേട്ടപ്പോൾ ഇനി എവിടെ സപ്താഹം നടക്കുന്നുണ്ടെങ്കിലും ഇത് കേൾക്കണം എന്ന് തോന്നി. സാധാരണ ഒരു കഥ പോലെയല്ല. മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവ ദതിഭാജനം ത്വയാ. ഭഗവാൻ ആ തൈർക്കലം തല്ലിപ്പൊളിച്ചിട്ട് യശോദമ്മ വന്ന് ഒരലമ്മ കെട്ടിയിട്ട കഥ കേട്ടപ്പോൾ 4-5 തുള്ളിയെ കർണത്തിൽ വീണുള്ളൂ, പാദങ്ങൾ മണ്ണിലുറയ്ക്കാതായി. അയാൾക്ക് തുള്ളിച്ചാടണം എന്ന് തോന്നി. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ, ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ, ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ, ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ. തുള്ളിച്ചാടാൻ തുടങ്ങിയ അയാൾ. ഇനി എവിടെ സപ്താഹം ഉണ്ടെങ്കിലും അത് കേൾക്കണം എന്ന് താല്പര്യമുണ്ടായി അയാൾക്ക്. ശ്രദ്ധിച്ചിരിക്കാൻ വന്ന, ശാപ്പാട് കഴിക്കാൻ വന്ന ആളാട്ടോ. ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ശ്രദ്ധിച്ചിരുന്നപ്പോൾ ശ്രദ്ധയ്ക്ക് പ്രമോഷൻ കിട്ടി. രതിയായിട്ട് മാറി, താല്പര്യമായിട്ട് മാറി, ഇൻട്രസ്റ്റായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാഗവതം കേട്ട് 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 ഈ പുസ്തകം കൊണ്ട് എവിടെയൊക്കെ ഭാഗവതം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ചെന്ന് പല ആചാര്യന്മാരും മുഖത്ത് കേട്ടപ്പോൾ അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എനിക്ക് പ്രാണവായു പോലെയാണ് ഭാഗവതം. സപ്താഹം കേൾക്കാതിരിക്കാൻ വയ്യ, ഭാഗവതം കേൾക്കാതിരിക്കാൻ വയ്യ. മത്സ്യാനാം ഉദകോ യഥ, മത്സ്യത്തിന് വെള്ളം പോലെ. മത്സ്യത്തിനെ പിടിച്ച് കരക്കിട്ടാൽ ശ്വാസം കിട്ടാതെ പിടയ്ക്കും. ഇതേ അവസ്ഥയിലെത്തും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം എന്ന അവസ്ഥയിലേക്ക് ഒരു ജീവാത്മാവെത്തും. ഉച്ചയ്ക്ക് ശാപ്പാട് കിട്ടുമോയെന്ന് അന്വേഷിച്ച് വന്ന ആൾ ഇപ്പം എന്തായി? ഭാഗവതം എന്ന് പറയുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുക. അയാൾക്ക് കരയ്ക്ക് കയറണ്ട. കരയിലെന്താ സംസാര അതാണ്. എനിക്ക് വേണ്ട, ഈ അമൃതസാഗരം മതി, അവിടെ കിടക്കണ ഉപ്പുവെള്ളം എനിക്ക് വേണ്ട. ഇത് അനുഭവസ്ഥനാണ്. സപ്താഹത്തിൽ പോണ സമയത്ത് കേരളത്തിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലെ ഒരു ഡോക്ടർ കാവിലം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ 2 ദിവസത്തേക്ക് OP വേണ്ടാന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു. 2 ദിവസത്തേക്ക് ഞാനില്ല, എനിക്ക് ശ്രീകൃഷ്ണ കഥകൾ കേൾക്കണമെന്ന്. അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ അടുത്ത് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ. ഇതാണ് ഭാഗവതത്തിൻ്റെ ആകർഷണം. ഒന്നും അറിയാതെ വന്നിരുന്നത് അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന് ഓൾറെഡി ഓഫാണ്. ഓഫായിട്ട് ദിവസം ഭാഗവതം കേൾക്കാമെന്ന് കാവിലൻ 2ാമത്തെ ദിവസം കേട്ടോണ്ടിരുന്നപ്പോൾ ഇനി ആ ഭാഗവതം 2 ദിവസം കേട്ടിട്ടേ ഞാൻ പോകണുള്ളൂ. ഇതാണ് ശ്രദ്ധ, രതി. അതിനാണ് ഭക്തി എന്ന് പറയുക. ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ഇങ്ങനെയാണ് അമ്മേ ഭക്തി ഉണ്ടാവുക. സജ്ജന സംസർഗത്തിലൂടെ ഭക്തി ഉണ്ടാവണു. ആ ഭക്തിയാണ് ആനന്ദാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കണത്. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് ശ്രേയസ്സാണ്. ശ്രേയസ്സിന് സുഖദുഃഖങ്ങൾ എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങളില്ലാതാവണം. ആ ദ്വന്ദ്വങ്ങളില്ലാതാവാൻ അവയെ കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം.
മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ മനസ്സാദ്യം ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ മനസ്സാദ്യം വികാരരഹിതമാവണം. മനസ്സ് വികാരരഹിതമാവണമെങ്കിൽ അതിന് ഭക്തിയോഗം ശീലിക്കണം. ആ ഭക്തിയോഗം കിട്ടാൻ സജ്ജന സംസർഗം ശീലിക്കണം. ഇങ്ങനെ ഭക്തിയുടെ 8 യോഗങ്ങൾ, അഷ്ടാംഗയോഗം ഭഗവാൻ പറഞ്ഞു. ഈ 8 സ്റ്റെപ്പുകളിൽ കൂടെയാണ് ആനന്ദാവസ്ഥയിലേക്ക് ഒരു ജീവാത്മാവ് എത്തുക. ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ പറയണു. അങ്ങനെയാണ് ഒരു ജീവാത്മാവ് ആ സുഖദുഃഖങ്ങൾക്കപ്പുറത്തേക്ക് ദ്വന്ദ്വാതീതമായ ആനന്ദാവസ്ഥയിലേക്ക് എത്തുക. ദേവഹൂതി ചോദിച്ചു, ഉണ്ണി, ഈ ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഭക്തി ആയിരിക്കണം? ഭഗവാൻ പറഞ്ഞു, അനിമിത്ത ഭാഗവതി ഭക്തി, വിത്തൗട്ട് എനി റീസൺ, നിഷ്കാമമായ ഭക്തി, ഭഗവാനോട് ഒന്നും ചോദിക്കാതിരിക്കുന്ന അവസ്ഥ. അതിന് എന്താ വേണ്ടത്? നിരന്തരമായിട്ട് എൻ്റെ ആ രൂപത്തിനെ ധ്യാനിക്കുക. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന ഈ 8 അംഗങ്ങൾ കൊണ്ട് ഭഗവാനെ ഉപാസിച്ച് ആ സമാധി അവസ്ഥയിലേക്ക് എത്തണം. സ്ഥിരമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമത്താൽ ശരീരത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കണം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ 95% പോകുന്നത് പ്രാണായാമത്തിലൂടെയാണെന്നാണ്. പ്രാണൻ്റെ ആയാമം. 3% മലമൂത്രങ്ങളിലൂടെ, 2% വിയർപ്പിലൂടെ. അപ്പോൾ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ പ്രാണായാമേർ ദഹേർ ദോഷാൻ, ദേഹത്തിലെ ദോഷങ്ങളെയെല്ലാം പ്രാണായാമം കൊണ്ട് ഇല്ലാതാക്കിയിട്ട് സ്ഥിരമായ ആസനത്തിലിരിക്കണം. എന്നിട്ട് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുക. സഞ്ചിന്തയൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം. ധ്വജം, സരോരുഹം തുടങ്ങിയ അടയാളങ്ങളോട് കൂടിയ എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിക്കൂ അമ്മേ എന്ന് പറയണു. പാദാദി കേശം, പാദം മുതൽ ആ മുഖാരവിന്ദം വരെയുള്ള ധ്യാനമാണ് ഭഗവാൻ പറഞ്ഞത്.